ഇവിടെ പാണ്ടിക്കാടിന്റെ മണ്ണില് കേൾട്ടന് ഇങ്ങനൊരു അവസരം തന്ന ആദ്യം ഫോക്കസ് മോട്ടോഴ്സിന് ഞങ്ങൾ അകമഴിഞ്ഞ ഒരു നന്ദി ഞങ്ങൾ എല്ലാവരും കേൾട്ടന്റെ ഭാഗത്തുനിന്നും എന്റെ ഭാഗത്തുനിന്നും ഞാൻ അറിയിക്കുകയാണ്. ഞങ്ങള് നിലവില് 2018 സ്റ്റാർട്ട് ചെയ്തിട്ട് ഞങ്ങൾ കാര്യമായിട്ടുള്ള ഈ ഒരു ഞങ്ങളെ പ്രവർത്തനം കാഴ്ചവെച്ചിട്ടുള്ളതൊക്കെ ഇങ്ങനത്തെ ഓരോ ദുരന്ത അഭിമുഖീകരിച്ചിട്ട് മാത്രമാണ് ഞങ്ങൾ ഇടപെടേണ്ടി വന്നിട്ടുള്ളൂ. അല്ലാതെ ഞങ്ങൾ ചെയ്തിട്ടുള്ളത് ഒരു ബദൽ സ്കൂൾ എന്ന് പറയാൻ പറ്റില്ല, ഈ താൽക്കാലികമായിട്ട് ആദിവാസി കുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുക്കുന്നതായിട്ട് ബന്ധപ്പെട്ടില്ല സ്കൂള്, അതിന്റെ ഒരു സ്കൂൾ കെട്ടിക്കൊടുക്കാനും, പിന്നെ അതേപോലെ ഈ ഉള്ളിൽ നമ്മളെ വണ്ടി എത്താത്ത സ്ഥലങ്ങളിൽ താമസിക്കുന്ന ഈ ട്രൈബൽ ഇതിൽ ഇവർക്കുള്ള തന്നെ ഫുഡും കാര്യങ്ങളും എല്ലാം എത്തിക്കല്, അങ്ങനെ കുറെ കാര്യങ്ങളാണ് അല്ലാതെ ഞങ്ങൾ ചെയ്തിട്ടുള്ളത്. അപ്പോ ഇങ്ങനെയുള്ള അവാർഡ് ഞങ്ങൾക്ക് ഈ ഒരു ദുരന്തം വന്ന സമയത്ത് ഞങ്ങൾ അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്തുകൊണ്ട് കിട്ടിയത് കൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു അവാർഡ് ഇനി കിട്ടാനുള്ള ഒരു അവസരം ഉണ്ടാകാതിരിക്കട്ടെ എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അതായത് ഈ ഒരു കാര്യങ്ങൾ ഫേസ് ചെയ്തിട്ട് ഞങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു അവാർഡ് ഉണ്ടാകുന്ന പറയുക. ഞങ്ങളങ്ങനെ പറയാൻ കാരണം ഞങ്ങൾ അവിടെ പോയി അവിടെ ചെന്ന് കാണുമ്പോൾ അവിടുത്തെ അവസ്ഥ അല്ലെങ്കിൽ അവിടെ ആളുകളുടെ അവസ്ഥ ഇതെല്ലാം നമ്മൾ കാണുമ്പോൾ നമുക്ക് ഇങ്ങനൊരു അവാർഡ് വാങ്ങാന്ന് പറയുമ്പോൾ ഞങ്ങള് സങ്കടത്തോടെയാണ് ഞങ്ങൾ സ്വീകരിക്കുന്നത്. പക്ഷെ ഞങ്ങൾക്ക് ഇത് തന്നിൽ ഞങ്ങൾക്ക് ഏറ്റവും വലിയ സന്തോഷം ഉണ്ട്. അതേപോലെ തന്നെ ഞങ്ങളെ ഫിലിപ്പ് മമ്പാട് സാറ് ഞങ്ങൾ ഉള്ള ഒരു പരിപാടിയിൽ അല്ലെങ്കിൽ പുള്ളിക്കാരുള്ള ഒരു പരിപാടിയിൽ ഞങ്ങൾ ഉണ്ട് എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമാണ്. പുള്ളിക്കാരൻ 7 വർഷമുള്ളൂ എന്ന് പറഞ്ഞാൽ ഞാൻ ആകെ കരുതി എന്താണ് ആ 7 വർഷം കഴിഞ്ഞിട്ട് ഞങ്ങളെ കൂട്ടാം. അത് ഞങ്ങൾ കരുതിയ കാര്യമാണത്. കാരണം ഞങ്ങൾക്ക് പുള്ളിക്കാരന് പുള്ളിന്റെ നിയമം അല്ലെങ്കിൽ ഇപ്പൊ ഒരു ഡിപ്പാർട്ട്മെന്റിൽ ഇരിക്കുമ്പോൾ ചെയ്യാൻ കഴിയുന്നതിന്റെ മാക്സിമം അതിന്റെ അപ്പുറം ഞങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നുണ്ട്. പുള്ളി എന്ത് പറഞ്ഞു കഴിഞ്ഞാലും ഞങ്ങള് അതിന് റെഡിയാണ്. കേൾട്ടന്റെ ഈ ഒരു പട്ടാളം അത് എന്നും ഞങ്ങൾ എന്തിനും നിങ്ങളെല്ലാവരും കൂടെ ഉണ്ടാവും. അത് ഇവിടുത്തെ ഈ നാട്ടിലായാലും വേറെ നാട്ടിലാണെങ്കിലും നിങ്ങളെല്ലാവരും സപ്പോർട്ടാണ് ഞങ്ങളുടെ സപ്പോർട്ട്. ഞങ്ങൾ ഏതായാലും ഇൻഷാല്ലാ ഞങ്ങളെ ആവശ്യങ്ങളുള്ള സമയത്ത് ഞങ്ങളെ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ബന്ധപ്പെട്ടാൽ മാത്രമാണ് ഞങ്ങള് പെട്ടെന്ന് വണ്ടി എടുത്ത് ഇറങ്ങാറുള്ളൂ. അതിന്റെ ആവശ്യങ്ങൾ ഇനി വരാതിരിക്കട്ടെ, വരികയാണെങ്കിൽ ഞങ്ങൾ ഏറ്റവും മുന്നിലുണ്ടാവും എന്ന് സംസാരിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. താങ്ക് യു.